തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ജനുവരി 9 ചേരും. മുഴുവൻ ഘടക കക്ഷികളുടെയും അവലോകനത്തിന് ശേഷമുള്ള വിശദമായ ചർച്ചയാണ് നടക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജ് ചേരുന്നു. അർജുൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം മറ്റെന്തെല്ലാം കാര്യങ്ങളാകും യോഗത്തിൽ ചർച്ചയാവുക? സോന, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി തന്നെയായിരിക്കും 9 ചേരുന്ന LDF യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. തോൽവിക്ക് പിന്നാലെ തന്നെ LDFന്റെ യോഗം ചേർന്നിരുന്നു. പക്ഷേ എല്ലാ ഘടകകക്ഷികളും അവരവരുടേതായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയതിനു ശേഷം വിശദമായി മുന്നണി യോഗം ചേരാമെന്ന് പറഞ്ഞാണ് അന്ന് പിരിഞ്ഞത്. അതിനുശേഷം എല്ലാ ഘടകകക്ഷികളും തെരഞ്ഞെടുപ്പ് പ്രത്യേകം പാർട്ടി തലത്തിൽ തന്നെ വിലയിരുത്തി അതിനുശേഷം ഈ വിലയിരുത്തലുകൾ കൂടി ചേർന്ന് ചർച്ച ചെയ്യാനാണ് 9-ാം തീയതി തീരുമാനിച്ചിരിക്കുന്നത്. AKG സെന്ററിൽ രാവിലെ 10 മണിക്ക് യോഗം ചേരും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് എല്ലാ ഘടകകക്ഷികൾക്കും ഒരേ നിലപാടല്ല. CPIM സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമല്ല തിരിച്ചടിക്ക് കാരണമെന്നാണ് CPIM വിലയിരുത്തിയത്. ശബരിമല കാര്യമായി തിരിച്ചടി ആയിട്ടില്ലെന്നും CPM വിലയിരുത്തുന്നു. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും സംഘടനാപരമായിട്ടുള്ള വീഴ്ചകളും ഒക്കെയാണ് തിരിച്ചടിക്ക് കാരണമെന്ന് CPM വിലയിരുത്തുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ടാണ് CPIയുടെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ള ഉൾപ്പെടെയുള്ള UDFന്റെ പ്രചരണങ്ങൾ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്ന് CPI വിലയിരുത്തുകയാണ്. മറ്റ് ഘടകകക്ഷികൾക്കും അതിന് സമാനമായിട്ടുള്ള വിലയിരുത്തലുകളാണ് ഉള്ളത്. സ്വാഭാവികമായും 9-ാം തീയതി മുന്നണി യോഗം ചേരുമ്പോൾ ഇതിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനോടകം തന്നെ പല പാർട്ടി ഘടകകക്ഷികളും CPM CPI ഉൾപ്പെടെ ഈ തിരിച്ചടി മറികടക്കാനുള്ള തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPM ഗൃഹസന്ദർശനത്തിന് ഉൾപ്പെടെ പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും മുന്നണി തലത്തിൽ ഈ തിരിച്ചടി എങ്ങനെ മറികടക്കാമെന്നുള്ള തീരുമാനം കൂടി 9-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകും. സോന. ശരി, അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.